ഹലോ വെൽക്കം ബാക്ക്. 2022 IT മോഡൽ എക്സാമിന് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള കുറേ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. അതിൽ 20 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 10 വെരി ഷോർട്ട് ആൻസർ ചോദ്യങ്ങൾ, 10 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ തീരുന്നതോടെ നമ്മൾ ഈ ചോദ്യങ്ങൾ എവിടെ കണ്ടാലും അപ്പോൾ നമ്മൾ ഉത്തരം ചെയ്തിരിക്കും, ഉത്തരം അപ്പോൾ പറഞ്ഞിരിക്കും. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് ബിന്ദുക്കൾക്കിടയിൽ നിർവചിക്കപ്പെട്ട പാത അഥവാ പാത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ചിത്രങ്ങൾ ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ബിന്ദുക്കൾക്കിടയിൽ നിർവചിക്കപ്പെട്ട പാതയാണ്. അപ്പോൾ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് വെക്റ്റർ ഇമേജസ് ആണ്. അപ്പോൾ നല്ലൊരു ചോദ്യമാണ് കേട്ടോ, ഇത് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ദ്വിമാന ആനിമേഷൻ. ദ്വിമാന ആനിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2D ആനിമേഷൻ. നമ്മൾ 2D ആനിമേഷൻ കണ്ടിട്ടുണ്ട്, 3D ആനിമേഷൻ കണ്ടിട്ടുണ്ട് അല്ലേ. സ്വതന്ത്ര ദ്വിമാന അഥവാ 2D ആനിമേഷൻ സോഫ്റ്റ്വെയർ ആയ സിൻഫിക് സ്റ്റുഡിയോ നിർമ്മിച്ച വ്യക്തി ആര്? നല്ലൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ആൻസർ എന്ന് പറയുന്ന ഒരുപാട് ഓപ്ഷൻ കാണുമ്പോൾ മാറിപ്പോകണ്ട. ഇവിടെ ടീം ബെർണേഴ്സ്-ലീ എന്നുണ്ട്. അത് ടീം ബെർണേഴ്സ്-ലീ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മുടെ WWWയുടെ ഉപജ്ഞാതാവാണ് ടീം ബെർണേഴ്സ്-ലീ. അപ്പോൾ ഇതിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, റോബർട്ട് ബി ക്വാറ്റിൽബാം ആണ്. ഓക്കെ, അപ്പോൾ റോബർട്ട് എന്ന വേർഡ് എങ്കിലും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അത് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു വേർഡ് അല്ലേ റോബർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റോബർട്ട് എന്തെങ്കിലും ഓർത്ത് വെക്കുക. പിന്നെ ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ. സ്വതന്ത്ര ദ്വിമാന ആനിമേഷൻ സോഫ്റ്റ്വെയർ സിൻഫിക് സ്റ്റുഡിയോ. ആ ചോദ്യത്തിൽ തന്നെ മറ്റൊരു ചോദ്യമുണ്ട്. സിൻഫിക് സ്റ്റുഡിയോ ഒരു സ്വതന്ത്ര ദ്വിമാന ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ് എന്നത് കൂടി മനസ്സിലാക്കുക. സിൻഫിക് സ്റ്റുഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. എന്നിട്ട് അതിൽ ചിലപ്പോൾ ദ്വിമാനം, ത്രിമാനം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ത്രിമാനം ഒന്നും അല്ല സിൻഫിക് സ്റ്റുഡിയോ. സിൻഫിക് സ്റ്റുഡിയോ എന്ന് പറയുന്നത് സ്വതന്ത്ര ദ്വിമാന ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം ചോദ്യങ്ങൾ വരുന്നുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിന്റെ പാർട്ടീഷൻ വലിപ്പം, ഫയൽ സിസ്റ്റം തുടങ്ങിയ ഡിസ്ക് പാർട്ടീഷൻ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഏത്? 4 ഓപ്ഷൻ ഉണ്ട്, കൂടുതലൊന്നും ചിന്തിക്കേണ്ട. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വേർഡ് പ്രോസസ്സറിൽ തയ്യാറാക്കിയ ഫയൽ കണ്ടെത്തുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ന് പറഞ്ഞിരുന്നു. അതേ ചോദ്യം തന്നെയാണ്, ചെറിയ മാറ്റം വരുത്തി ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഏതായിരുന്നു ആൻസർ ആയി പറഞ്ഞത്? അതെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, report.odt. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ഡോട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്, ODT ആണ്. അപ്പോൾ ഇവിടെ വേർഡ് പ്രോസസ്സർ അഥവാ ലിബർ ഓഫീസ് റൈറ്റർ എന്ന് ചോദിക്കാം, വേർഡ് പ്രോസസ്സർ എന്ന് ചോദിക്കാം. അപ്പോൾ ലിബർ ഓഫീസ് റൈറ്റർ, വേർഡ് പ്രോസസ്സർ ഒന്നും മാറിപ്പോകരുത്, സാധനമെല്ലാം ഒന്നാണ്. ഓക്കെ, അപ്പോൾ വേർഡ് പ്രോസസ്സർ, ലിബർ ഓഫീസ് റൈറ്റർ എന്നൊക്കെ കണ്ടാൽ അതിന്റെ ഫയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് ODT ആണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് സോഫ്റ്റ്വെയറിലാണ് മെയിൽ മർജ് സങ്കേതം ഉള്ളത്? ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോഴാണ് ഈ മെയിൽ മർജ് ഒക്കെ നമ്മൾ കുറേ മനസ്സിലാക്കി പഠിക്കുന്നത്. നമ്മുടെ ഇപ്രാവശ്യത്തെ പ്രാക്ടിക്കലിലെ വീഡിയോയിലൊന്നും ഈ മെയിൽ മർജ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളോട് തിയറിയിൽ ചോദിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, മെയിൽ മർജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലിബർ ഓഫീസ് റൈറ്ററിലാണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, ലിബർ ഓഫീസ് റൈറ്റർ. വേർഡ് പ്രോസസ്സറിൽ തയ്യാറാക്കിയ പ്രൊജക്ട് റിപ്പോർട്ടിൽ മലയാള ഫോണ്ടുകളിൽ വരുത്തേണ്ട മാറ്റം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് വിഭാഗത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്? വളരെ നല്ലൊരു ചോദ്യമാണിത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. കഴിഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു, പണ്ടേ ചോദിക്കുന്ന ചോദ്യമാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ മലയാളം എന്ന വേർഡാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. മലയാളം ഫോണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് CTL ഫോണ്ടിലാണ്. എന്നാൽ ഇംഗ്ലീഷ് എന്നാണ് കേട്ടതെങ്കിൽ ഇവിടെ ഓപ്ഷൻ സി ആയിരിക്കും ശരിയായ ഉത്തരം, വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്. ഓക്കെ, അത് മാറിപ്പോവരുത്. ചുവടെ നൽകിയ ഏത് തരംഗങ്ങളാണ് വയർലെസ് നെറ്റ്വർക്കുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്? വയർലെസ് എന്ന വയറില്ലാത്ത നെറ്റ്വർക്കുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് തരംഗ? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് റേഡിയോ തരംഗങ്ങളാണ്, റേഡിയോ വേവ്സ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉപകരണങ്ങൾ അവയുടെ നാമകരണം വെച്ചാൽ പേര് കൊടുക്കുക, വിവരങ്ങൾ കൈമാറുന്നതിനും ചില പൊതു നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഈ പൊതു നിയമങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് പ്രോട്ടോകോളുകളാണ്. ഓക്കെ, നെറ്റ്വർക്ക് പ്രോട്ടോകോളുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട്. കമ്പ്യൂട്ടർ പാനലിലെ ഒരു അപ്ലെറ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ലഭിച്ച ജാലകമാണ് തന്നിട്ടുള്ളത്. ഏത് അപ്ലെറ്റിൽ ക്ലിക്ക് ചെയ്താലാണ് ഈ ജാലകം പ്രത്യക്ഷമാവുക? ഇത് കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ മതി. അപ്ലെറ്റ് ഒന്ന് നോക്കൂ, അവിടെ തന്നെയുണ്ട് കുറച്ച് വേർഡ്, നെറ്റ്വർക്ക്, വൈഫൈ നെറ്റ്വർക്ക് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കുറച്ച് നെറ്റ്വർക്ക് എന്ന വേർഡ് ഉണ്ട്. ആ വേർഡ് വെച്ചിട്ടൊന്ന് താഴെ ഒന്ന് നോക്കി നോക്കിയേ. കീബോർഡ് ഇൻഡിക്കേറ്റർ അപ്ലെറ്റ്, ഓഡിയോ കൺട്രോൾ അപ്ലെറ്റ്, ബ്ലൂടൂത്ത് കൺട്രോൾ അപ്ലെറ്റ്, നെറ്റ്വർക്ക് മാനേജർ അപ്ലെറ്റ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടുമല്ലേ. അങ്ങനെയും നമുക്ക് ചിലതിൻ്റെ ഒക്കെ ഉത്തരം ഒട്ടും അറിയില്ലെങ്കിൽ കിട്ടും. അതെ, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, നെറ്റ്വർക്ക് മാനേജർ അപ്ലെറ്റ്. എനിക്ക് ആർക്കെ കുത്താനൊന്നും നിൽക്കണ്ട, നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായല്ലോ. ഇനി ഈ ഒരു അപ്ലെറ്റ് കണ്ട അപ്പോൾ തന്നെ എഴുതിക്കൊള്ളുക, നെറ്റ്വർക്ക് മാനേജർ അപ്ലെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഇവിടെ നിങ്ങൾക്ക് ഒരു പൈത്തൺ പ്രോഗ്രാം കാണാം. ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എത്ര വൃത്തങ്ങൾ ഉണ്ടാകും? ഇത് കിടിലൻ ചോദ്യമാണ്, എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇപ്രാവശ്യം മോഡലിന് അടക്കം ചോദിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തായാലും SSLC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരൊറ്റ ചോദ്യം മാത്രം എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടുക എന്നുള്ളത് നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനകത്ത് അതിന്റെ ലിങ്ക് ഉണ്ട്. ആ വീഡിയോ മാത്രം കണ്ടാൽ ഇതിൽ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ വീഡിയോ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കഴിഞ്ഞ് ഉടൻ തന്നെ പോയി കാണുക. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഈ ചോദ്യം തന്നെ വെച്ചിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ വെരി ഷോർട്ട് ആൻസറിലേക്കാണ് വരുന്നത്. വെരി ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ശരിയായിട്ടുണ്ടാവും. നേരത്തെ നമ്മൾ ഒരു ഓപ്ഷൻ ആണല്ലേ ശരിയായത്, ഇവിടെ 5 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ 2 ഓപ്ഷൻ ശരിയായതായിരിക്കും. പൈത്തൺ പ്രോഗ്രാം നൽകിയിട്ടുണ്ട്. സമഭുജ ത്രികോണം നിർമ്മിക്കുന്നതിനുള്ള പൈത്തൺ പ്രോഗ്രാമാണ് ഇവിടെയുള്ളത്. 2 നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തിയാൽ ഇതിനെ ഒരു സമചതുരം നിർമ്മിക്കാനുള്ള പ്രോഗ്രാമായിട്ട് മാറ്റാം. സമചതുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്വയർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും അത് ഏതാണ്, എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് കണ്ടെത്തുക. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് എന്നാണ് ഇവിടെയുള്ളത്. അതിലൊന്നും വലിയ മിസ്റ്റേക്ക് ഇല്ല. ഫോർ കെ ഇൻ റേഞ്ച് 3 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കറിയാം 3 എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം 3 തവണ ആവർത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ത്രികോണത്തിന്റെ ആണെങ്കിൽ വശങ്ങൾ 3 എണ്ണാണ്. എന്നാൽ ചതുരത്തിന്റെ അഥവാ സ്ക്വയറിന്റെ വശങ്ങൾ 3 എണ്ണാണോ? ഒരിക്കലും അല്ല അല്ലേ, 4 വശങ്ങളുണ്ട്. അപ്പോൾ 4 തവണ പ്രോഗ്രാം ആവർത്തിച്ചാൽ മാത്രമേ 4 വശങ്ങൾ നമുക്ക് കിട്ടൂ. സോ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 എന്നുള്ളത് 4 ആക്കണം. ഓക്കെ, അതൊന്ന് മനസ്സിൽ വെച്ചേക്കൂ. ഇനി അടുത്ത ഭാഗം നോക്കൂ, ഫോർവേഡ് 100. അത് വലിയ കുഴപ്പമില്ല. ഫോർവേഡ് 100 എന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് നേരെ ഫോർവേഡ് 100 എന്ന് വെച്ചാൽ 100 യൂണിറ്റിൽ ഒരു വര വരക്കാനാണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. റൈറ്റ് 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടർട്ടിൽ 120 ഡിഗ്രി വലത്തോട്ടേക്ക് വളയണം എന്നാണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ വലത്. അപ്പോൾ 120 ഡിഗ്രി വലത് വശത്തേക്ക് വളയണം എന്നാണ്. അപ്പോൾ നമ്മുടെ ടർട്ടിൽ 90 ഡിഗ്രി ആണ് വളയേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് 90 എന്നാണ്. അപ്പോൾ ശരിയായ ഉത്തരം നോക്കൂ. നമുക്ക് ഇവിടെ അറിയാം 4K in range 3 എന്നതിന് പകരം 4 എന്ന് കൊടുക്കണം. അപ്പോൾ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡി റൈറ്റ് 120 പകരം റൈറ്റ് 90 കൊടുക്കണം. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. പൈത്തൺ പ്രോഗ്രാമിംഗ് ഭാഷയിലെ ചില നിർദ്ദേശങ്ങളും അവയുടെ ഉപയോഗങ്ങളും ചുവടെ കൊടുത്തിട്ടുണ്ട്. അവയിൽ ശരിയായത്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയവയിൽ IPv4 പ്രകാരം ശരിയായ IP വിലാസങ്ങൾ ഏതെല്ലാമാണ്? അപ്പോൾ 5 ഓപ്ഷൻസ് ഉണ്ട്, 2 ഓപ്ഷൻ ശരിയാണ്. ഈ ഒരൊറ്റ ചോദ്യം തന്നെ നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ വന്നു കഴിഞ്ഞാലും എങ്ങനെയാണ് അത് നമുക്ക് കണ്ടെത്താൻ പറ്റുക, എന്തൊക്കെയാണ് IPv4ൻ്റെ പ്രത്യേകതകൾ, പിന്നെ ഈ IPv4 IPv6 ഒക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഷുവർ ആയിട്ട് കാണുക, ഡിസ്ക്രിപ്ഷനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡിയും ഓപ്ഷൻ ഇയുമാണ്. വേർഡ് പ്രോസസ്സറിലെ ഉള്ളടക്ക പട്ടികയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ഡി ആണ്. എല്ലാ ഓപ്ഷൻസും വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം അങ്ങ് പോയി പോകും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ നോക്കൂ, കണ്ടന്റ് സെറ്റിംഗ് എന്ന സ്റ്റൈലാണ് ഉള്ളടക്ക പട്ടികയുടെ ശീർഷകത്തിന് ഉണ്ടാവുക. അത് ചെയ്തവർക്ക് അറിയാം അല്ലേ, നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഉള്ളടക്ക പട്ടികയുടെ ഹെഡിങ് ആയിട്ട് അവിടെ വന്നത് എന്തായിരുന്നു? കണ്ടന്റ് സെറ്റിംഗ് എന്നായിരുന്നു. പിന്നെ ഓപ്ഷൻ ഡി നോക്കൂ, ഹെഡിംഗ് സ്റ്റൈൽ നൽകിയ ശീർഷകങ്ങൾക്ക് മാത്രമാണ് ഉള്ളടക്ക പട്ടികയിൽ കാണാനാവാതെ. സ്റ്റൈൽ, ആ ഹെഡിംഗ് സ്റ്റൈൽ നൽകണം എങ്കിൽ മാത്രമേ ആ ശീർഷകങ്ങൾ, ആ ഹെഡിങ് മാത്രമേ നമുക്ക് ഉള്ളടക്ക പട്ടികയിൽ വരുന്നുള്ളൂ. അത് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇൻസ്കേപ്പിൽ ബഹുഭുജം വരയ്ക്കാൻ ഉപയോഗിക്കാവുന്ന 2 വ്യത്യസ്ത ടൂളുകൾ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ ഡി ആണ്. അഥവാ നമുക്ക് ഈ ടൂൾ അത്ര പരിചയം ഇല്ലെങ്കിൽ പോലും ആ ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. ക്രിയേറ്റ് സ്പൈറൽസ് അല്ല എന്ന് നമുക്കത് കാണുമ്പോൾ അറിയാം. പിന്നെ ടെക്സ്റ്റ് ടൂൾ എന്തിനാ? ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ അതൊരിക്കലും അല്ല. പിന്നെ ഗ്രേഡിയന്റ് ടൂൾ, അത് നമുക്കറിയാം എന്തിനാണ്. നമ്മൾ പെയിന്റ്, നമ്മൾ കളറൊക്കെ കൊടുക്കുമ്പോൾ ആ ഗ്രേഡിയന്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ ബി സ്റ്റാർസ്, പോളിഗൺ, അവിടെ തന്നെ ഉത്തരമുണ്ട്. ഓപ്ഷൻ ഡിയും അത് തന്നെയാണ്. ആ കേർവ്സ് ഒക്കെ വരക്കാൻ, സ്ട്രെയിറ്റ് ലൈൻസും കേർവ്സ് ഒക്കെ വരക്കാനാണ്. സോ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബഹുഭുജങ്ങൾ വരക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്കേപ്പിൽ ഒരു വൃത്തം വരയ്ക്കുകയാണ് പ്രയാഗ. വൃത്തത്തെ പരിഷ്കരിക്കാൻ ഫിൽ ആൻഡ് സ്ട്രോക്ക് അവളെ എങ്ങനെയെല്ലാം സഹായിക്കാം? ഫിൽ ആൻഡ് സ്ട്രോക്ക്, ആ വേർഡിൽ തന്നെയുണ്ട് ഫില്ല് ആൻഡ് സ്ട്രോക്ക് അല്ലേ. അങ്ങനെയെങ്കിലും ഓപ്ഷൻ നോക്കൂ. വൃത്തത്തിന്റെ വലിപ്പം മാറ്റാൻ അതൊന്നും നമുക്ക് പറ്റില്ല. ഫിൽ ആൻഡ് സ്ട്രോക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. വൃത്തത്തിന് നിറം നൽകാൻ ഫിൽ ആൻഡ് സ്ട്രോക്ക്, ആ വേർഡിൽ തന്നെയുണ്ട് ഫില്ല്. ഓക്കെ, വൃത്തത്തിന് നിറം നൽകാൻ ഓപ്ഷൻ ബി ശരിയായ ഉത്തരമാണ്. സ്ട്രോക്കിന്റെ വീതി കൂട്ടാൻ ഫിൽ ആൻഡ് സ്ട്രോക്ക്, അതെ, ഫിൽ ആൻഡ് സ്ട്രോക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ട്രോക്കിന്റെ വീതി കൂട്ടാം. അപ്പോൾ ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. താഴെ കൊടുത്തിട്ടുള്ള
പിന്നിലുള്ളവയിൽ ലിനക്സ് പ്രോഗ്രാം അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഏതൊക്കെ? നമുക്ക് പരിചിതമായ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആദ്യത്തേത്. ഏതാണ്? ആദ്യത്തെ തന്നെ ശരിയായ ഉത്തരം ആൻഡ്രോയിഡ്. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ആൻഡ്രോയിഡ് ഒരു ശരിയായ ഉത്തരമാണ്. ഓപ്ഷൻ ബി ടൈസൺ. അത് കേട്ടിട്ടുണ്ടോ? ചില മൊബൈൽ ഫോണിലൊക്കെ ടൈസൺ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. വിൻഡോസ് 10 എന്നൊക്കെ കണ്ടിട്ട് വിൻഡോസ് 10 ആനക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ട് ക്ലിക്ക് ചെയ്ത് പോകരുത്. വിൻഡോസ് 10 ഒന്നും ലിനക്സ് പ്രോഗ്രാം അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ കേണലുകളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? വളരെ പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മളത് ഇഗ്നു ലിനക്സിന്റെ കേണൽ പ്രോഗ്രാം ഏതാണ്, വിൻഡോസിന്റെ കേണൽ പ്രോഗ്രാം ഏതാണ്, മാക് OXന്റെ കേണൽ പ്രോഗ്രാം ഏതാണ് എന്നൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. ഓപ്ഷൻ എ ഇഗ്നു ലിനക്സിന്റെ കേണൽ പ്രോഗ്രാം ലിനക്സ് ആണ്, ശരിയാണ്, അത് റൈറ്റ് ആൻസർ ആണ്. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ കേണൽ പ്രോഗ്രാം വിൻഡോസ് NT ആണ്. അപ്പോൾ അതും ശരിയാണ്. സോ ഓപ്ഷൻ എ ആൻഡ് ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, ഒരു ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ആണോ? അല്ല, ഓഡിയോ എഡിറ്റ് ഒന്നും ചെയ്യാൻ നമുക്ക് സിൻഫിക്സ് സ്റ്റുഡിയോ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എത്ര ആനിമേഷൻസ് ഉണ്ടാക്കിയത് അല്ലേ? ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അല്ല, ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. യെസ്, റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. ഓപ്ഷൻ ഡി നോക്കൂ, ഒരു ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. യെസ്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി ആണ്. പിന്നെ ഓപ്ഷൻ ഇ എന്ന് പറഞ്ഞ നൽകിയുള്ളത് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അല്ല, വീഡിയോ എഡിറ്റിംഗ് ഒന്നുമല്ല. നമ്മൾ ഇത് ചെയ്തിട്ട് എത്രയോ പ്രാക്ടിക്കലി ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആനിമേഷനുമായി ബന്ധമുള്ള ശരിയായ 2 പ്രസ്താവന തിരഞ്ഞെടുക്കുക. നിശ്ചല ചിത്രങ്ങൾ ചലിക്കുമ്പോഴാണ് ആനിമേഷൻ നിർമ്മിക്കുന്നത്. ശരിയാണ്. അനങ്ങാതെ നിൽക്കുന്ന നിശ്ചല ചിത്രം, അനങ്ങാതെ നിൽക്കുന്ന ഒരു ചിത്രം ചലിക്കുമ്പോൾ തന്നെയല്ലേ ആനിമേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്. ആനിമേഷൻ ചെയ്യുമ്പോൾ ചലന വേഗത നിയന്ത്രിക്കാൻ സംവിധാനമില്ല. അത് തെറ്റായതാണ്. അതിന് സംവിധാനമൊക്കെ ഉണ്ട്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഇമ്പോർട്ട് ചെയ്ത ചിത്രങ്ങൾ കൊണ്ട് ആനിമേഷൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് തെറ്റാണ്. സാധിക്കും, ഷുവർ ആണ്. കാരണം നമ്മൾ എത്രയോ ചിത്രങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന് ആനിമേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻ ഡി സിൻഫിക്സ് സ്റ്റുഡിയോ ഒരു ദ്വിമാന ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, അത് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന്. അതേ, ഒരു ദ്വിമാന ആനിമേഷൻ സോഫ്റ്റ്വെയർ ആണ്. ദ്വിമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2D. ഓപ്ഷൻ ഇ നോക്കൂ, സിൻഫിക്സ് സ്റ്റുഡിയോ ഒരു ത്രിമാന ആനിമേഷൻ ആണ്. 3D അല്ല, 3D അല്ല. സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് 2D ആണ്. ബ്ലെൻഡർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 3D ആണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ സംഭവം റെഡിയാണല്ലോ. ഈ 20 ചോദ്യങ്ങൾ തെറ്റിക്കില്ലല്ലോ. അതിൽ 2 ചോദ്യം പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ 2 ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാണ് വന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ദർശൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.